നമുക്കിന്നൊരു മീൻകറി വെക്കാം കേട്ടോ. അടുപ്പിലേക്ക് ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പങ്കട കേട്ടോ മീൻ. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കെന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി, ഇഞ്ചി, കൊച്ചുള്ളി, കറിവേപ്പില ഇതെല്ലാം കൂടെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നിട്ട് കുറച്ച് ഉലുവ ചൂടായ എണ്ണയിലേക്കിട്ട് നല്ലവണ്ണം വഴറ്റി അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി എന്നിവ ഇട്ട് നല്ലതുപോലെ നല്ലൊരു ചുമന്ന നിറമാകുമ്പോഴത്തേക്ക് വഴറ്റിയെടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഉള്ളിയും കൂടെ കൊച്ചുള്ളിയുണ്ട് അതും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റി നല്ല ചുമന്ന നിറമാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. എനിക്കാണെങ്കിൽ കറിവേപ്പില കൂടുതൽ വേണം കേട്ടോ. കൂടെ ഞാൻ കറിവേപ്പില ഇടുന്നുണ്ട്. ഈ കറിവേപ്പില ഒരുപാട് ഇഷ്ടം. പക്ഷേ ആ എണ്ണ ചെന്ന് തെറിച്ചത് നിങ്ങൾ കണ്ടായിരുന്നു, അത് വീണത് എൻ്റെ കയ്യിലോട്ടാണ് കേട്ടോ. അങ്ങനെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഒരു പാത്രത്തിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് ഇളക്കി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു പാത്രത്തിലേക്ക് കുറച്ച് കുടംപുളി കേട്ടോ മീൻകറിക്ക് ഉപയോഗിക്കുന്നത്. കുടംപുളി എടുത്ത് ഉപ്പും ഇട്ട് വെള്ളം കഴുകി വൃത്തിയാക്കിയത് ഞാനൊരു പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം എടുത്ത് ഒന്ന് മിക്സ് ആക്കിയിട്ട് ചെറു തീയിട്ടിട്ട് ആ പുളി വീണ്ടും മൊത്തം ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ച് ഒന്നും കൂടെ ചെറു തീയിലിട്ടൊന്ന് നല്ല കണക്ക് തിളപ്പിച്ചെടുത്തിട്ട് നന്നായിട്ട് തിള വരുമ്പോഴത്തേന് നമുക്ക് മീനിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ മീനിട്ട് കൊടുക്കുകയാണ്. മീനെല്ലാം പറക്കിയിട്ടതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ 3ാമത്തെ ട്രിപ്പാണ് കറിവേപ്പില ഇടുന്നത്. അടച്ച് വെച്ച് നന്നായിട്ട് വെന്തതിന് ശേഷം ഒന്നെടുത്ത് കറക്കി നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് ഇച്ചിരി വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് സെറ്റാക്കി എടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഞാൻ ലാസ്റ്റ് ഇച്ചിരി കുറച്ച് ഒഴിക്കും കേട്ടോ. അത് നല്ല ടേസ്റ്റാണ്. മീൻകറി റെഡി, സൂപ്പർ.